പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ വലിയ തിരുനാൾ ആഘോഷിക്കുകയാണ്. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ. കുരിശിന്റെ പുകഴ്ച എന്നാൽ ഉയരത്തിൽ ഉയർത്തപ്പെടുക എന്നതാണ്. കർത്താവ് തന്റെ സ്നേഹം മുഴുവനും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കുന്ന കർത്താവിന്റെ ആ വലിയ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നു. ആ കുരിശിൽ പിതാവായ ദൈവം ലോകത്തോട് പറയുന്ന എല്ലാ സന്ദേശങ്ങളുമുണ്ട്. ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എളിമയോടുകൂടി ഈ തിരുനാളിൽ പങ്കുചേരാം. ദൈവത്തിന്റെ ആ വലിയ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷയുടെ ആ വലിയ ആഘോഷം നമുക്ക് ആഘോഷിക്കാം. എളിമയോടുകൂടി നമ്മുടെ പാപങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതാപത്തോടുകൂടി നമുക്ക് ഈ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവത്തോട് എനിക്ക് വേണ്ടി സർവശക്തനായ ദൈവം കഴിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നാം നിത്യം ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, മാനവരാശിയെ രക്ഷിക്കുന്നതിനു വേണ്ടി അങ്ങേ ഏകജാതൻ കുരിശിൽ സഹിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായത് ഭൂമിയിൽ അവിടുത്തെ രഹസ്യം ഗ്രഹിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം കൈവരിക്കുവാൻ അർഹരാക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കുരിശിന്റെ മുഖത്തേറുന്ന തിരുനാൾ. സംഖ്യാപുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ഏതോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴി ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്നു ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്നു പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ചു ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രവിക്കുക, എന്റെ വാക്കുകൾക്ക് ചെവി തരുക. ഞാനൊരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിന്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടുത്തെ തേടി. അവർ അനുതപിച്ചു ദൈവത്തിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു. ദൈവമാണ് തങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നവനെന്നും അവർ അനുസ്മരിച്ചു. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു. അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്നു നിന്നില്ല. അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു. അവരെ നശിപ്പിച്ചില്ല. പലപ്പോഴും അവിടുന്ന് കോപമടക്കി തന്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്.
പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും യേശുക്രിസ്തു ദൈവവുമായുള്ള സമാധാനം നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു. മനുഷ്യരുടെ സത്യശീലത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യാധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്നും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാമങ്ങളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കുരിശുമരണത്താൽ ലോകത്തെ വീണ്ടെടുത്തു രക്ഷിച്ചു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു നിക്കോദേമോസിനോട് അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുവാനാണ്. കർത്താവിന്റെ സുവിശേഷം. യേശുമിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയുടെ തിരുനാളാണ്. യേശുനാഥൻ തന്റെ കുരിശിലൂടെ നമുക്ക് നേടിത്തന്ന രക്ഷയുടെ ആഘോഷമാണ് നാം ആചരിക്കുന്നത്. ദൈവപിതാവ് തന്റെ പുത്രനിലൂടെ കരുതി വച്ചിട്ടുള്ള സ്നേഹം നാം തിരിച്ചറിയുന്നത് കർത്താവിന്റെ കുരിശിലൂടെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ സഹിക്കണമെന്നത് പിതാവിന്റെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം യേശുനാഥൻ തന്റെ ജീവിതത്തിലൂടെ പൂർത്തീകരിച്ചപ്പോൾ പാപികളായ നാം എല്ലാവരും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. കുരിശിന്റെ പുകഴ്ച എന്ന് പറഞ്ഞാൽ അത് മലമുകളിൽ ഉയർത്തപ്പെട്ടതിന്റെ തിരുനാളാണ്. മലമുകൾ എന്ന് പറഞ്ഞാൽ
വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. ദൈവം വസിക്കുന്ന ഇടമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ മല അല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളെല്ലാം ചിത്രീകരിക്കുന്നത്. മോശയുടെ സീനായി മല, അബ്രഹാത്തിന്റെ ഹോറേബ് എല്ലാം ഈ ഒരു ഉയർന്ന മലയുടെ സാന്നിധ്യമാണ്, ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണ്. അങ്ങനെ ദൈവം മലമുകളിൽ വസിക്കുന്നതായി പഴയ നിയമം നമുക്ക് ഉറപ്പു തരുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് മോശയും അബ്രാഹവും എല്ലാം മലമുകളിൽ ദൈവ സാന്നിധ്യത്തെ തേടിപ്പോയത്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, മലമുകളിൽ എല്ലാവർക്കും കയറി ചെല്ലുവാൻ സാധിച്ചില്ല. മോശ ഇസ്രായേൽ ജനത്തെ തനിച്ച് മലയുടെ അടിവാരത്ത് താഴ്വാരത്ത് നിർത്തിയിട്ടാണ് മലമുകളിലേക്ക് കയറി പോകുന്നത്. അങ്ങനെ മലമുകളിൽ ദൈവ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് മോശ ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം വളരെ പ്രസന്നമായിരിക്കുന്നു, ശോഭയേറിയതാണെന്ന് ഇസ്രായേൽ ജനത മനസ്സിലാക്കി. ദൈവത്തെ മുഖാമുഖം അല്ലെങ്കിൽ അടുത്തടുത്ത് കണ്ട് സംസാരിച്ച മോശയ്ക്ക് വന്നിട്ടുള്ള മാറ്റമാണ് അവിടെ കാണുന്നത്. അബ്രഹാം ഇസഹാക്കിനെ ബലി അർപ്പിക്കുവാൻ മലയുടെ മുകളിലേക്ക് പോകുന്നുണ്ട്. അവന്റെ കൂടെ വന്ന സേവകന്മാരെയും മറ്റുള്ളവരെയും എല്ലാം മലയുടെ താഴ്വാരത്ത് നിർത്തി ഇസഹാക്കും അബ്രഹാമും കൂടിയാണ് മലയിലേക്ക് കയറി പോകുന്നത്. പഴയ നിയമത്തിൽ നാം കാണുന്നത് മല ദൈവസാന്നിധ്യത്തിന്റെ അടയാളമാണ്. എന്നാൽ എല്ലാ മനുഷ്യർക്കും ദൈവസാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലുവാൻ സാധിച്ചില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്വർഗം വെടിഞ്ഞുകൊണ്ട് നമ്മുടെ സാദൃശ്യത്തിലായിരിക്കുന്ന യേശുനാഥൻ തന്റെ മഹത്വം വെടിഞ്ഞുകൊണ്ട് തന്നെ താഴ്ത്തി ശൂന്യനാക്കിക്കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന യേശുനാഥൻ സ്വർഗവും മലയും എല്ലാം ഇട്ട് താഴ്വാരങ്ങളിലേക്ക് നമ്മുടെ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ ഇടങ്ങളിലേക്ക് കയറി വന്ന യേശുനാഥൻ, ദൈവപിതാവിന്റെ സ്നേഹം നമുക്ക് പകർന്നു വന്ന യേശുനാഥൻ, ആ യേശുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഉയർന്ന മലകൾ. യേശു ശിഷ്യന്മാരെ വിളിക്കുന്നത് മലമുകളിലാണ്. യേശു ജനങ്ങളെ പഠിപ്പിക്കുന്നതും വചനം പറയുന്നതും എല്ലാം മലമുകളിലാണ്. അവസാനം യേശുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ താബോർ മലയും അതുപോലെ തന്നെ യേശുവിന്റെ ജീവിതത്തിലെ അവസാന മലയും ഗെത്സമേനും കാൽവരിയുമെല്ലാം ദൈവസാന്നിധ്യത്തിന്റെ വലിയ ഇടങ്ങളാക്കി യേശു നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നാം എല്ലാവരും ദൈവസാന്നിധ്യത്തിലേക്ക് കയറി പോകുവാൻ ദൈവത്തിന്റെ പുത്രനായ യേശു മല ഇറങ്ങി വന്ന് നമ്മെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സന്ദേശമാണ് സുവിശേഷത്തിലൂടെ നാം കാണുന്നത്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ രക്ഷയുടെ അടയാളമാണ് ആഘോഷിക്കുന്നത്. ദൈവം തന്റെ പുത്രനിലൂടെ നമുക്ക് നേടിത്തന്ന ആ രക്ഷ നാം ആഘോഷിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സഹനങ്ങളും വേദനകളും യേശുനാഥൻ ഏറ്റെടുത്ത അതേ വേദനകളും ഒക്കെയുണ്ട്. എന്നാൽ ആ കുരിശിനോട് ആ വേദനകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും സഹിക്കുവാനുള്ള ശക്തി തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകുന്നത്? അതിന് യേശുനാഥൻ പറയുന്ന ഉത്തരം ഇപ്രകാരമാണ്: ഞാൻ മരിച്ചത് നിങ്ങളുടെ സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് സഹിക്കുന്ന മനുഷ്യരോടുകൂടെ ആയിരിക്കുവാൻ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പു തരുവാനാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ യേശുവിന്റെ കുരിശിലെ സഹനങ്ങളുമായി താരതമ്യം ചെയ്താൽ യേശു എടുത്ത ആ സഹനങ്ങൾക്ക് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്താൽ നാം സഹിക്കുന്നത് വെറും ഒരു ചെറിയൊരു അംശത്തിന്റെ ഒരു സഹനമാണ്. ആ സഹനം ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ യേശുവിന്റെ സഹനങ്ങളോട് നമ്മുടെ കുരിശുകളും വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ ചേർത്ത് വെക്കാം. അങ്ങനെ യേശു നമുക്ക് വേണ്ടി നമുക്ക് ശക്തി പകരുവാൻ, കൃപ തരുവാൻ ആ കുരിശിൽ എപ്പോഴും
നമുക്ക് രക്ഷയുടെ അടയാളമായി ഉണ്ട് എന്ന വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ തുടർന്ന് നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്തുവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപാവരം, ദൈവത്തിന്റെ വലിയ രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടായി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആ രക്ഷയെ നമുക്ക് എപ്പോഴും വിശ്വാസത്തോടുകൂടി ആഘോഷിക്കുവാനുള്ള കൃപാവരം തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. ഏകത്താവും ജാതനായ പിതാവിനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും എനിക്ക് സൃഷ്ടിക്കപ്പെടാത്തതും പിതാവായ സത്യദേവനുമായ അവരുടെ വഴി സന്ദർശിക്കപ്പെട്ടു മനുഷ്യനായ നമുക്ക് വേണ്ടിയും രക്ഷയ്ക്ക് വേണ്ടിയും അവർ സ്വർഗ്ഗം നൽകി പരിശുദ്ധാത്മാവിനാൽ അധികാരത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി ചേർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് വിശുദ്ധ ലേഖനം അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മനുഷ്യരെ വിധിക്കുവാൻ അവരുടെ മഹത്വത്തോടെ വീണ്ടും വരും. രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവ് ജീവദാതാവും പിതാവിനെ പുറപ്പെടുന്നവരും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും സംസാരക്ഷരമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലമായ സഭയിലും വിശ്വസിക്കുന്നു. എനിക്ക് പറയുകയും മത്സരവും ജീവിതവും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു തന്റെ പിതാവിന് തീവ്രമായ വിലാപത്തോടും കണ്ണീരോടും കൂടെ പ്രാർത്ഥനകളും അപേക്ഷകളും അർപ്പിച്ച വിശുദ്ധ കുരിശിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് ദൈവത്തോട് താഴ്മയോടെ പ്രാർത്ഥിക്കാം. തന്റെ പുത്രനോടുള്ള വാത്സല്യ നിമിത്തം നമ്മുടെ പ്രാർത്ഥനകളും അവിടുന്ന് അനുവാദം ശ്രമിക്കുവാനാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായും നമ്മുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവൽ മെത്രാനും എല്ലാ വൈദികർക്കും സന്യസ്തർക്കും അവരുടെ സേവനത്തിനും ഫലം ലഭിച്ചിരിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിന്റെ ഭരണാധിപന്മാർക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും കാലാഗ്രഹത്തിൽ അർപ്പപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കണം. പിതാവായ ദൈവമേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരണത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടനുള്ളണമേ. ആനന്ദവും ആത്മദുഃഖവും
സഹോദരന്റെയും നിങ്ങളുടെയും വേണ്ടി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവായ ദൈവമേ, കുരിശിന്റെ അൾത്താരെ സർവ്വലോകത്തിന്റെയും പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ചയർപ്പണം ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മരണം ഉദയം ചെയ്തെടുത്ത് ജീവൻ ഉദ്ധാനം ചെയ്യുവാൻ കുരിശുമരത്തിൽ മാനവരക്ഷയുടെ രക്ഷ അങ്ങ് സ്ഥാപിച്ചുവല്ലോ. മരത്തിൽ വിജയിച്ചവനെ നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി മരത്താൽ തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ പ്രഭാവം വാഴ്ത്തുകയും അധീശന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശക്തിയന്മാരും ധന്യരായ സദാപുകളും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വർഗം ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആദരിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മതികളം പോലെ ഈ കാണിക്കൽ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് കുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ
നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ നോക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവലോടും വൈദികത്തോടൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിൽ അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരും കഴിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്ക് തേജസ്വനാണ്. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനുവാദം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അറിയിച്ച കർത്താവായ യേശുക്രിസ്തുവേ, നിങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസത്തെ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും. ലോകത്തിന്റെ പാപം ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപം ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപം ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. പ്രവേശിക്കാൻ മാത്രം മതി.
ക്രിസ്തുവിന്റെ മഹത്വീകരണത്തിൽ നാം ആഘോഷിക്കുമ്പോൾ ഇന്ന് ഈ ദിവ്യബലിക്ക് വേണ്ടി എല്ലാവരും നടത്തിയവരെ സ്നേഹത്തോടുകൂടി നോക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ആയതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ നോക്കുകയും ദൈവത്തിൻ്റെ അനന്തമായ കൃപകളും രക്ഷയുടെ കൃപാവലും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ ഇതിരിയിൽ നിന്നെത്തിയ സെക്രട്ടറിയും അലോഷ്യസ് ഫ്രാൻസിസും ബേസിലും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉപദേശിക്കും നമ്മുടെ നന്ദി അർപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ദിവ്യവിരുന്ന് ഞങ്ങൾ പരിപോഷിതരായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശുമരണം വഴി അങ്ങ് വീണ്ടെടുത്തവരെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് ആനയിക്കണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു.